എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭാഗവതമാഹാത്മ്യത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 51 തൊട്ടുള്ള ശ്ലോകങ്ങളെ വായിക്കാം. അതിൻ്റെ അർത്ഥവും പറയാം. ശ്ലോകം 51. ശരീരഗിരോക്തം യത്ത് കിം സാധനമുച്യതാം അനുഷ്ഠായം കഥം താവത് പ്രബ്രുവന്തു സവിസ്തരം. അശരീരഗിരോക്തം യത്തത് കിം സാധനമുച്യതാം അനുഷ്ഠേയം കഥം താവത് പ്രബ്രുവന്തു സവിസ്തരം. ശ്ലോകം 52. ഭക്തിജ്ഞാനവിരാഗാണാം സുഖമുത്പദ്യതേ കഥം സ്ഥാപനം സർവവർണ്ണേഷു പ്രേമപൂർവം പ്രയത്നതഃ. ഭക്തിജ്ഞാനവിരാഗാണം സുഖമുത്പദ്യതേ കഥം സ്ഥാപനം സർവവർണ്ണേഷു പ്രേമപൂർണം പ്രയത്നതഃ. നിങ്ങൾ എന്നിൽ ചെയ്യേണ്ടതായ അനുഗ്രഹം എന്തെന്നാൽ പറയാം. അശരീരി വാക്കിൽ നിന്ന് കേട്ടതായ ആ സൽക്കർമ്മം എന്താണെന്നും അതിനെ ഞാൻ എങ്ങനെ അനുഷ്ഠിക്കണമെന്നും വിസ്തരിച്ചു അരുൾ ചെയ്യണം. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്നീ 3 പേർക്കും ഏതു വിധത്തിൽ സുഖം ലഭിക്കും? ബ്രാഹ്മണാദി സർവവർണ്ണങ്ങളിലും പ്രേമത്തോടു കൂടും വണ്ണം ആ 3 പേരെയും ഉറപ്പിക്കുവാനുള്ള മാർഗം എന്താകുമെന്നു എന്ന് നിങ്ങൾ എന്നോട് ഉപദേശിക്കണം. ശ്രീ കുമാരോവാച. 53. മാ ചിന്താം ഗുരുദേവർഷേ ഹർഷം ചിത്തേ സമാവഹ ഉപായ സുഖസാധ്യോത്ര വർത്തതേ പൂർവൈവ ഹി. മാം ചിന്താം ഗുരുദേവർഷേ ഹർഷം ചിത്തേ സമാവഹ ഉപായ സുഖസാധ്യോത്ര വർത്തതേ പൂർവൈവ ഹി. 54. അഹോ നാരദധന്യോസി വിരക്താനാം ശിരോമണി സദാ ശ്രീകൃഷ്ണദാസാനാം അഗ്രണീ യോഗഭാസ്കര. അഹോ നാരദധന്യോസി വിരക്താനാം ശിരോമണി സദാ ശ്രീകൃഷ്ണദാസാനാം അഗ്രണീ യോഗഭാസ്കര. അഹോ നാരദധന്യോസി വിരക്താനാം ശിരോമണി സദാ ശ്രീകൃഷ്ണദാസാനാം അഗ്രണീ യോഗഭാസ്കര. 55. ത്വയി ചിത്രം ന മന്ത്രവ്യം ഭക്ത്യർത്ഥമനുവർത്തിനി ഘടതേ കൃഷ്ണദാസസ്യ ഭക്തേ സ്ഥാപനദാസദാ. ത്വയി ചിത്രം ന മന്ത്രവ്യം ഭക്ത്യർത്ഥമനുവർത്തിനി ഘടതേ കൃഷ്ണദാസസ്യ ഭക്തേ സ്ഥാപനദാസദാ. കുമാരൻ പറഞ്ഞു, ഹേ ദേവർഷേ, ചിന്ത വേണ്ട, മനസ്സിൽ സന്തോഷത്തോടെ ഇരിക്കുക. ഈ ആവശ്യം സാധിപ്പാൻ പണ്ടുതന്നെ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന സുഖസാധ്യമായ ഉപായമുണ്ട്. ഹേ നാരദ, അങ്ങ് ധന്യനും വിരക്തന്മാരിൽ അഗ്രഗണ്യനുമാകുന്നു. ശ്രീകൃഷ്ണദാസന്മാരുടെ സംഘത്തിൽ അങ്ങയ്ക്കു തന്നെയാവുന്നു പൂജ്യസ്ഥാനം. ഭക്തിയോഗത്തെ പ്രകാശിപ്പിച്ച സൂര്യൻ അങ്ങു തന്നെയാവുന്നു. ഭക്തിയെ ഉറപ്പിക്കുവാനുള്ള പ്രയത്നം അങ്ങയിൽ ആശ്ചര്യമാണെന്ന് വിചാരിപ്പാൻ അവകാശമില്ല. ശ്രീകൃഷ്ണദാസനായ അങ്ങ് ഭക്തിയെ സ്ഥിരപ്പെടുത്തുവാൻ സർവദാ പ്രയത്നിക്കുന്നത് സമുചിതം തന്നെ. ശ്ലോകം 56. ഋഷിഭിः ബഹവോ ലോകേ പന്ഥാനാ പ്രകടീകൃതാഃ ശ്രമസാധ്യാസതേ സർവേ കായസ്വർഗബലപ്രദാഃ. ഋഷിഭിः ബഹവോ ലോകേ പന്ഥാനാ പ്രകടീകൃതാഃ ശ്രമസാധ്യാസതേ സർവേ കായസ്വർഗബലപ്രദാഃ. ശ്ലോകം 57. വൈകുണ്ഠസാധക പന്ഥ സദുഗോപ്യോഗി വർത്തതേ തസ്യോപദേഷ്ടാ പുരുഷ പ്രായോ ഭാഗ്യേന ലഭ്യതേ. വൈകുണ്ഠസാധക പന്ഥ സദുഗോപ്യോഗി വർത്തതേ തസ്യോപദേഷ്ടാ പുരുഷ പ്രായോ ഭാഗ്യേന ലഭ്യതേ. ശ്ലോകം 58. സൽക്കർമ്മതവ നിർദ്ദിഷ്ടം വ്യോമവാചാതു യത്പുരാ തദുച്യതേ ശൃണുഷ്വാദ്യ സ്ഥിരചിത്തപ്രസന്നധീ. സത്കർമ്മതവ നിർദ്ദിഷ്ടം വ്യോമവാചാതു യത്പുരാ
തദുച്യതേ ശൃണുഷാദ്യ സ്ഥിരചിത്തപ്രസന്നതി. ലോകത്തിൽ ഋഷികൾ അനേക മാർഗങ്ങളെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അവയെല്ലാം ക്രിയാബഹുലങ്ങളാകയാൽ സാധിക്കാൻ വളരെ കഷ്ടപ്പെടേണ്ടതായിരിക്കുന്നു. സാധിച്ചാൽ തന്നെ അവ പ്രായേണ സ്വർഗമാവുന്ന ഫലത്തെ നൽകുന്നവയാവുന്നു. വൈകുണ്ഠമാവുന്ന സ്ഥാനത്തെ നൽകുന്ന മാർഗം യാതൊന്നോ അത് ഗോപ്യമായി തന്നെ ഇരിക്കുന്നു. ആ മാർഗത്തെ ഉപദേശിക്കുന്ന പുരുഷനെ ഭാഗ്യം കൊണ്ടേ ലഭിക്കുകയുള്ളൂ. ആകാശവാണി അങ്ങയോട് യാതൊരു സൽക്കർമ്മത്തെ ഉപദേശിച്ചുവോ ആ കർമ്മത്തിൻ്റെ സ്വരൂപത്തെ ഞങ്ങൾ പറയാം. സാവധാനനും സന്തുഷ്ടനുമായിട്ട് കേൾക്കുക. 59. ദ്രവ്യയജ്ഞ സവോയജ്ഞ യോഗയജ്ഞ സദാപരേ സ്വാധ്യായജ്ഞാനയജ്ഞാചതേ തോ കർമ്മ വിസൂജക. ദ്രവ്യയജ്ഞ സവോയജ്ഞ യോഗയജ്ഞ സദാപരേ സ്വാധ്യായജ്ഞാന യജ്ഞാചതേതു കർമ്മ വിസൂജക. ഋഷികൾ പറഞ്ഞിട്ടുള്ള ബഹുമാർഗങ്ങളെ പറയുന്നത് ദ്രവ്യങ്ങൾ കൊണ്ടും നടത്തേണ്ടതുമായ അഗ്നിഹോത്രാദികൾ, കൃച്ഛ്രം, പരാഗം, സാന്തവനം, ചാന്ദ്രായണം മുതലായ തപോരൂപങ്ങളായ യജ്ഞങ്ങൾ, ചിത്തവൃത്ത നിരോധത്താൽ സാധിക്കേണ്ടവയായ യോഗരൂപങ്ങളായ യജ്ഞങ്ങൾ, ധ്യാനം, സമാധി മുതലായവ വേദാധ്യയന രൂപങ്ങളായ യജ്ഞങ്ങൾ, ആത്മവിചാരം ചെയ്ത് സാധിക്കേണ്ടവയായ ജ്ഞാനയജ്ഞങ്ങൾ, ഇതിങ്ങനെ പല മാർഗങ്ങളെ ഋഷികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവയെല്ലാം കർമ്മബഹുലങ്ങളാകയാൽ സാധിപ്പാൻ കഷ്ടമുള്ളവയാകുന്നു. ശ്ലോകം 60. സൽക്കർമ്മസൂചകോ നൂനം ജ്ഞാനയജ്ഞസ്മൃതോ ബുധേ ശ്രീമൻ ഭാഗവതാലാപ സതു ഗീതാശുഗാധിഭിഃ. സൽക്കർമ്മസൂചകോ നൂനം ജ്ഞാനയജ്ഞസ്മൃതോ ബുധൈഃ ശ്രീമൻ ഭാഗവതാലാപഃ സതു ഗീതാശുഗാധിഭിഃ. ജ്ഞാനയജ്ഞ ആത്മവിചാരസ്വരൂപമായ യജ്ഞം സൽക്കർമ്മസൂചക സൽക്കർമ്മത്തെ ഉത്ബോധിപ്പിക്കുന്നതാണെന്നും ബുധൈ വിദ്വാൻമാരാൽ സ്മൃത നൂനം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. നിശ്ചയം ശ്രീമദ് ഭാഗവതാലാപ ശ്രീമത്തായ ഭാഗവത കഥനം സതു അതാകട്ടെ ശുഗാദിഭി ഗീത ശുഗാദികളാൽ ഗാനം ചെയ്യപ്പെട്ടതാകുന്നു. ആത്മവിചാരം ചെയ്ത് അനാത്മാക്കളെ വേർതിരിച്ച് പരമാത്മാവിനെ അനുഭവരൂപേണ അറിവാനുള്ള പരിശ്രമരൂപമായ യജ്ഞം ജന്മാന്തരത്തിൽ സൽക്കർമ്മം ചെയ്തവർക്ക് മാത്രമേ ചെയ്യുവാൻ സംഗതി വരികയുള്ളൂ എന്ന് വിവേകികൾ ദൃഢമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ആ ജ്ഞാന യജ്ഞമെന്ന് പറയപ്പെടുന്നത് ശ്രീമദ് ഭാഗവത കഥനം തന്നെ. ആ ഭാഗവതമാകട്ടെ ശ്രീ ശുഗാദികൾ ഗാനം ചെയ്തതാകുന്നു. ദേവി ഭാഗവതത്തെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീ ശുഗമുനി ഉപദേശിച്ചതായ വിഷ്ണുകഥാ പ്രധാനമായ ഭാഗവതത്തെയാണെന്ന് കാണിപ്പാനാണ് സ്വതുഗീത ശുഗാദിഭി എന്ന് പ്രത്യേകം വിശേഷിച്ച് പറഞ്ഞത്. പരീക്ഷിത് ശുഗസംവാദം വിദ്ധി ഭാഗവതം ഹി തത്. പരീക്ഷിത്തിനും ശുഗമുനിക്കും തമ്മിലുണ്ടായ സംവാദം യാതൊന്നോ അതാണ് ഭാഗവതമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന പ്രമാണത്തിനെ ഇവിടെ ഉറപ്പിച്ചിരിക്കുന്നു. ഇത്രയും പറഞ്ഞതുകൊണ്ട് ദേവി ഭാഗവതത്തെ അനാദരിച്ചതായി ധരിക്കരുത്. പരമാത്മാ സ്വരൂപത്തെ കരതലാമലകം പോലെ അനുഭവപ്പെടുത്തി സംസാര സമ്പത്തത്തെ തീർത്ത് പരമപദവിയെ നൽകുന്ന ഉത്തമശാസ്ത്രം ശ്രീ വിഷ്ണു ഭാഗവതമാണെന്ന് സിദ്ധാന്തിച്ചതായിട്ട് മാത്രമാണ് ധരിക്കേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണം. കൃഷ്ണപരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണപരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം.